സാറ് നിരപരാധിയാണ്. ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടി സാറിന്റെ ഒരു കൂട്ടുകാരന്റെ മോളാണ്. അല്ലേ അല്ലേ സാറ്? കൂട്ടുകാരന്റെ മോളെന്താ ഇവിടെ? ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചിടുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നുണ പറയാം. അതിൽ വിശ്വസനീയത വേണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നിടത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകാരനല്ല. അതിന് വേറെയാ പേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സീതേ, നീ പുറപ്പെടാൻ തയ്യാറാവ്. എടാ, ആ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്ക്. ഇവന് ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്ത് മാങ്ങാത്തിലോനെ ആവട്ടെ. എന്റെ മോക്ക് ഇങ്ങനൊരു ഭർത്താവിന് വേണ്ട. നാരായണ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത്. നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അമ്മേ, അവൾ ആരാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് അമ്മ പോയാ മതി. പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണമ്മേ അവൾ. വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണമ്മേ അവൾ. സീത, നിനക്കറിയും എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം. നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചതല്ല. പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ. അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല. അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു. പക്ഷേ ഞാനാണ് അച്ഛനെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതേ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടേട്ടനെ ഉപേക്ഷിച്ച് നിനക്കും പോകാം. മോളെ, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിറകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്. സംഗതി ഏറ്റോടാ. ഏറ്റ മട്ടുണ്ട്. അല്പ കടന്ന കൈയായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഭഗവാൻ നാവിൽ തോന്നിച്ചു, ഞാനതങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മോളായിട്ട് നടക്കേണ്ടി വരില്ലേ? അതിന് വഴിയുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അമ്മയും സീതയ്ക്ക് അങ്ങ് പോകില്ലേ. ഈ പെണ്ണ് ഹോസ്റ്റലിലേക്കും പോകും. 1 or 2 മാസം കഴിയുമ്പോൾ ഒരു നുണയോടെ പറയും അവള് മരിച്ചുപോയെന്ന്. പ്രശ്നം അവസാനിച്ചില്ലേ? സാറ് കള്ളം പറയുന്നതിൽ PhD എടുത്തിട്ടുണ്ടോ? എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നുണ പറഞ്ഞു പോലൂടാ. എന്തിനാ കുട്ടേട്ട എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? ഞാൻ അവളെ തള്ളി പറയുമെന്ന് വിചാരിച്ചോ? ഞാനങ്ങനെ ഭയന്നു. കുട്ടേട്ടന്റെ അല്ലെങ്കിൽ സീതയുടെ മാത്രമായിട്ട്
നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കുട്ടേട്ടന്റെ മോള് എന്റെയും മോളല്ലേ, എന്റെ സ്വന്തം. ഭഗവാനേ കൃഷ്ണ. കൃഷ്ണാക്കിടാവേ ഇത് ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തിഴകാൽ പുരാനെ. എപ്പോഴും മുമ്പിൽ തിരുമേനി കാണുവാൻ തക്കൊരു കണ്ണിനരുളിയുടെ വേണം. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരേണേ ശ്രീ ഗുരുവായൂരപ്പ. എന്താ മോളുടെ പേര്? ഇന്ദു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ മനസ്സിലായിക്കോളും. അയ്യോ ഒന്ന് പറയൂ. ഇവിടെ ആരും കൂട്ടില്ലാണ്ട് ഞാനങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാവണം? അമ്മയാണെന്ന് കരുതിക്കോളൂ. അതെ മോളെ, മോളുടെ അമ്മ തന്നെയാ. ഇന്ദുവിനെന്നെ ഇഷ്ടായോ? പേരെന്താ? സീത, സീതാലക്ഷ്മി. നല്ല പേരാട്ടോ. ഇല്ലത്തൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്നായിരുന്നു പേര്. പക്ഷെ അതൊരു അസത്താ, എന്നെ കണ്ണിനേറെ കണ്ടൂടാതിന്. പക്ഷേ ഈ സീതാലക്ഷ്മിക്ക് ഇന്ദുവിനെ വലിയ ഇഷ്ടായി. മോൾക്ക് മുഖം കഴുകണ്ടേ? വരൂ. അയ്യോ, വായ പോലും കഴുകാണ്ട വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. സംസാരവും രീതിയൊക്കെ കണ്ട കൊച്ചു കുട്ടികളുടെ മാതിരിയാ. ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ, ആ ഒരു ഗുണം ഉണ്ടാവാണ്ടിരിക്കുമോ? അതും ഒരു തമ്പുരാട്ടിയില്. അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ എത്ര സുന്ദരിയായാലും കുട്ടനൊരു തെറ്റ് പറ്റുന്നു തോന്നുന്നുണ്ടോ നാരായണ? ചായ കൊടുക്കുമോളെ. ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നോ? എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ, അല്ലേ കുട്ടേട്ടാ? അതെ അതെ. എന്തോ എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണു. ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ? അതെ അതെ.